ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ നായകനായി ജീത്തു ജോസഫ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ പാർട്ട് കൂടിയായ ഈ സിനിമ ലോകമെമ്പാടുമായി ചരിത്ര നേട്ടം കുറിച്ചുള്ള ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് 7 കോടിയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. എന്നാൽ സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 8 കോടി 20 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ കേരള പ്രീസെയിൽ 3 കോടി 10 ലക്ഷത്തിന് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയാണ് അതിരടി. മെയ് 14 വ്യാഴാഴ്ച തിയേറ്ററിലെത്തുന്ന ഈ സിനിമ അരുൺ അനിരുദ്ധനാണ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്നത്. ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട് ഇന്ന് 5 മണിക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ 1 കോടി 12 ലക്ഷം രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 12 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ 1 കോടി 24 ലക്ഷം രൂപയാണ് പ്രീസെയിലായി നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 58,20,000 രൂപയാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 1 കോടി 82 ലക്ഷം രൂപയാണ് ഇന്ന് 5 മണിവരെ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 14 തിയേറ്ററിലെത്തുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ത്രിഷ, നാട്ടി സുബ്രഹ്മണ്യം, ഇന്ദ്രൻസ്, RJ ബാലാജി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരളത്തിൽ പ്രീസെയിലായി 45 ലക്ഷം രൂപ നേടിയെടുത്തിട്ടുണ്ട്. സിനിമയുടെ തെലുങ്ക് പതിപ്പിന്റെ പ്രീസെയിൽ 60 ലക്ഷത്തിന് മുകളിലും തമിഴ്നാട് പ്രീസെയിൽ 3 കോടി അടുത്തും എത്തിച്ചേർന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 6 കോടി 50 ലക്ഷത്തിന് മുകളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം തമിഴ്നാട്ടിൽ ഈ സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഏപ്രിൽ 17 തിയേറ്ററിൽ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. പ്രിയദർശൻ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ കേരളത്തിൽ 32 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ 25 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 201 കോടി 62 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് $6.3 മില്യൺ, അതായത് 57 കോടി 52 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 259 കോടി 14 ലക്ഷം രൂപയാണ് 25 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. 120 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 65 കോടി രൂപയ്ക്കാണ്. ഏപ്രിൽ 30 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കര. ധനുഷ് നായകനായി വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത ഈ സിനിമ 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച തമിഴ്നാട്ടിൽ 1 കോടി 4 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 31 കോടി 74 ലക്ഷം രൂപയാണ് 12 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കർണാടകയിൽ 4 കോടി 19, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 9 കോടി 68, കേരളത്തിൽ 68 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 31 ലക്ഷം എന്നിങ്ങനെ 46 കോടി 60 ലക്ഷം രൂപയാണ് 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് $1.11 മില്യൺ, അതായത് 10 കോടി 50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 57 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഹൃദേശ് ദേശ്മുഖ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് മെയ് 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് രാജ ശിവാജി. ഹൃദേശ് ദേശ്മുഖ്, സഞ്ജയ് ദത്ത്, അഭിഷേക് ബച്ചൻ, വിദ്യാ ബാലൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ 11 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 4,30,000 രൂപയാണ്. നിലവിൽ ഇന്ത്യയിൽ മാത്രം റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമ മറാഠി പതിപ്പിൽ നിന്ന് മാത്രമായി 65 കോടി 10 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് കളക്ഷൻ 25 കോടി 13 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ആദ്യ 11 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 90 കോടി 23 ലക്ഷം രൂപയാണ്. 74 കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.